ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ SIT അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 6 ആഴ്ച കൂടിയാണ് സമയം അനുവദിച്ചത്. കേസ് ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. SITയുടെ ഇടക്കാല റിപ്പോർട്ട് അന്നാണ് സമർപ്പിക്കുക. വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി SITയുടെ ഭാഗത്തു നിന്ന് ഉത്തരം വേണം. പ്രത്യേകിച്ച് ഡി മണിയുടെ കാര്യത്തിൽ പോറ്റി വിളിച്ച പോറ്റിയുടെ ഫോൺ റെക്കോർഡുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ കുറേ വിശദീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിൽ ഉൾപ്പെട്ട പോറ്റി നിരന്തരം സമ്പർക്കം പുലർത്തിയ ഉന്നതർ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട കോടതി തന്നെ സൂചിപ്പിച്ച വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോയോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനിയും സ്വർണം കണ്ടെത്താനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ സമയത്താണ് വീണ്ടും 6 ആഴ്ച കൂടി സമയം അനുവദിച്ചത്. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട പ്രൊസീഡിങ്സ്? ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്തിട്ടുള്ള ഹർജി അടച്ചിട്ട കോടതി മുറിയിലാണ് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇന്ന് നടന്നത്. പ്രധാനമായിട്ടും SITയുടെ സംഘത്തലവനായിട്ടുള്ള SP ശശിധരൻ, ADGP H വെങ്കടേഷ് ഇവർ നേരിട്ട് ഹാജരായി നിലവിലെ അന്വേഷണ പുരോഗതി വാക്കാൽ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിന് കൂടുതൽ സാവകാശം വേണം, കാലാവധി നീട്ടിക്കിട്ടണമെന്നുള്ള ഒരു ആവശ്യം കൂടി SIT സംഘം ഇന്ന് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 6 ആഴ്ച സമയം കൂടി നിലവിൽ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. 6 ആഴ്ച സമയം കൂടുതലായിട്ട് അന്വേഷണത്തിന് വേണ്ടിയിട്ട് SIT സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഈ മാസം 19-ാം തീയതി ഈ സ്വമേധയാ എടുത്തിട്ടുള്ള ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്നേ ദിവസം SIT ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട്, ഏകദേശം 4ാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടാകും അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതിൽ കൂടുതലായിട്ട് ഈ വിജയകുമാർ, അതോടൊപ്പം തന്നെ ഡി മണി, കടകംപള്ളി സുരേന്ദ്രൻ, പ്രശാന്ത് ഇവരൊക്കെ തന്നെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങളും തെളിവുകളും ഒക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും ഇന്ന് മറ്റൊരു ചില സുപ്രധാനമായിട്ടുള്ള ചില നടപടികൾ കൂടി നടന്നിട്ടുണ്ട്. കാരണം നേരത്തെ ഈ SIT സംഘത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് അവർക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. അവർ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഇതടക്കമുള്ള ആക്ഷേപങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആളുകളെ ഉൾപ്പെടുത്താനായിട്ടുള്ള അനുമതി കൂടി ഇന്ന് SIT സംഘത്തലവന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണത്തിൽ യാതൊരു അതിർത്തിയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അറിയിച്ചിട്ടില്ല. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും 6 ആഴ്ച കൂടി സമയം നൽകിയിട്ടുള്ളത് ഈ അന്വേഷണം സമഗ്രമായിട്ട് പൂർത്തീകരിക്കുന്നതിനും അതിന്റെ തെളിവ് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ്. നേരത്തെ ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതി തന്നെ SIT ആവശ്യപ്പെട്ട പ്രകാരം 1.5 മാസം സമയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുവദിച്ചതാണ്. അതിനുശേഷം പിന്നീട് 2 CIമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അന്വേഷണ സംഘം വിപുലീകരിക്കുക കൂടി ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ഈ സ്വമേധയാ എടുത്ത ഹർജി പരിഗണിച്ച സമയത്താണ് അന്വേഷണത്തിൽ കുറെ കൂടെ ഈ സാവകാശം വേണം, ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒരു കാര്യങ്ങൾ അന്വേഷണ സംഘത്തലവനും അതോടൊപ്പം തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനും കൂടി ഹൈക്കോടതി അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 6 ആഴ്ച സമയം, ഏകദേശം 1.5 മാസത്തോളം അടുക്കും. അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി അവസാനത്തോടു കൂടിയായിരിക്കും അന്വേഷണം പൂർണ്ണമായിട്ടും അവസാനിക്കുക. എന്തായാലും നിലവിലെ കാര്യങ്ങളിൽ ഹൈക്കോടതിക്ക് തൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമഗ്രമായിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് വാക്കാൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു, രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത്. ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടക്കാല ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിൽ ഒരുപക്ഷെ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. എന്തായാലും നിലവിൽ SIT സംഘത്തിന് മുന്നുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ള 6 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഈ അന്വേഷണം പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ച്, അതായത് ഈ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഈ അന്വേഷണത്തിൽ വളരെ മെല്ലെപ്പോക്ക് സമീപനമാണ് SIT സംഘം സ്വീകരിച്ചതെന്നുള്ളൊരു നിലപാടും വിമർശനവും ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. വലിയ സ്രാവുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല, ചിലരെ മാത്രം കേന്ദ്രീകരിക്കുന്നു. വിജയകുമാറിനെയും ശങ്കർദാസിനെയൊക്കെ തന്നെ ഒഴിവാക്കി നിർത്തിയത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം അടക്കം ഹൈക്കോടതിയുടെ മറ്റൊരു സിംഗിൾ ബെഞ്ച് ചോദിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള നടപടികളിലേക്ക് SIT സംഘം ദ്രുതഗതിയിൽ കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും അതിനുശേഷമാണ് ഡി മണിയെ ചോദ്യം ചെയ്തു, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, പ്രശാന്തിനെ ചോദ്യം ചെയ്തു, ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ
തുടർ നടപടികൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 6 ആഴ്ച സമയത്തിനുള്ളിൽ അത്തരം നടപടികൾ പൂർത്തീകരിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് 19-ാം തീയതി കൊടുക്കണം. ആ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാകും ഇനി കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ വേണമെങ്കിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SIT സംഘത്തിന് നൽകുക. ശ്യാം.